Hi dear students, welcome back to Professional Business Skills. Professional Business Skills നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ലേണിംഗിലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ ഏജ് ലേണിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഡിജിറ്റൽ ഏജ് എന്നുള്ളത് പറഞ്ഞു, ഡിജിറ്റൽ ഏജ് ലേണിംഗ് എന്തെന്നുള്ളത് പറഞ്ഞു, ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോളജ് റിസോഴ്സസ് ഓൺ ഇന്റർനെറ്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കാണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് കമ്പ്യൂട്ടറുകളും ഒരുപാട് സെർവറുകളും ഒരുപാട് ഇൻഫർമേഷൻസും ഒക്കെ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വലിയൊരു ഏരിയ, അതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇന്റർ കണക്റ്റഡ് കളക്ഷൻ ഓഫ് ഓട്ടോണമസ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് ഇന്റർനെറ്റിനെ കുറിച്ച് പറയാറുള്ളത്. അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള, കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ ഒരു നെറ്റ്വർക്ക്, വലിയ ഒരു ഇന്റർ കണക്ഷൻ, അതിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ ഇന്റർനെറ്റ് നമ്മുടെ ലേണിങ്ങിന് വേണ്ടിയിട്ട്, നോളജുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോളജുകളുടെ റിസോഴ്സുകളായിട്ട് ഇന്റർനെറ്റിനെ ഉപയോഗിക്കാറുണ്ട്. ലേണിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു സർവീസാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് ഡെവലപ്പിംഗ് ആസ് വൈഡ്ലി യൂസ്ഡ് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലേണിംഗ് ഡെവലപ്പ് ചെയ്തു വരികയാണ്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, അല്ലെ? ലേണിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് ലേൺ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെന്ന് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റും അതുപോലെ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും ഉപയോഗിക്കുന്നുണ്ട്. So e-learning is an inclusive term that describes educational technology that electronically or technologically supports learning and teaching. ലേണിങ്ങിന് വേണ്ടിയിട്ട്, ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ, ടെക്നോളജിക്കലി ഉള്ള ഡിവൈസുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ലേൺ ചെയ്യുക, ടീച്ചിങ് നടത്തുക, അതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. Internet is the most useful technology of modern times which helps us not only in our daily lives but also in professional lives. അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാം ഇന്റർനെറ്റ് വളരെ പ്രധാനമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള ഫങ്ഷൻസ് നടത്തുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി, ബിൽ പേയ്മെന്റ്സുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഒരുപാട് ഫാമിലി കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് നമ്മൾ വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറയുന്നത്. ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഇറ്റ് ഈസ് widely used to gather information and to do research or add to the work knowledge of various subjects. ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകളുടെ നോളജുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ വൈഡായിട്ട് ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എത്രത്തോളം ലേണിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്റർനെറ്റിനെ ഒഴിവാക്കിയിട്ട് ഒരു ലേണിംഗ് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ഡൗട്ടാണ്, അല്ലേ? വളരെ, കാരണം നമുക്കറിയാം ഇന്റർനെറ്റ് ഇല്ലാതെ ലേണിങ്ങിന്റെ ആ ഒരു പ്രോസസ്സ് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് മെറ്റീരിയൽസ് വേണം. എങ്ങനെ നമുക്ക് മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ കഴിയും? നമുക്ക് ഇത്തരത്തിൽ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും? നമുക്ക് എങ്ങനെ മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ കഴിയും, അല്ലെ? ഇവിടെ നമ്മൾ ഇന്റർനെറ്റിന്റെ ആ ഒരു റോള്, അതിന്റെ പ്രാധാന്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ദെൻ സോ അപ്പം നോളജ് റിസോഴ്സ് ഓൺ ഇന്റർനെറ്റിലെ നോളജുകളുടെ റിസോഴ്സ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് വരുന്നത്. നമുക്കറിയാം ഇന്റർനെറ്റ് വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷണൽ പർപ്പസിനും, പ്രൊഫഷണൽ ലൈഫിലും, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെ കമ്മ്യൂണിക്കേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സുകളെ കുറിച്ച് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ ഇന്റർനെറ്റ് വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ നോക്കിയാൽ, നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, ദെൻ സോ ഇന്റർനെറ്റ്, അപ്പം നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെ പറയാം? ഇന്റർനെറ്റ് പ്ലേസ് എ വെരി വൈറ്റൽ റോൾ ഇൻ എഡ്യൂക്കേഷനിൽ ഇന്റർനെറ്റിന് വളരെ പ്രധാനമായിട്ടൊരു റോൾ ഉണ്ട്. ഇൻ ദിസ് മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി എറ എവ്രി വൺ യൂസ് ഗൂഗിൾ ഫോർ ദെയർ ക്വയറീസ്,
problems or doubts, popular search engines like Yahoo, Google, etc. are the topmost choice of people for searching information. It contains a wealth of knowledge that can be searched at any time. നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏജിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ്, എന്തെങ്കിലും ഒരു ക്വറീസ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എത്തുന്നത് എവിടെയാണ്? ഗൂഗിളിലാണ് അല്ലെ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുന്നത് അത് ബ്രൗസറിലാണ്, ഇന്റർനെറ്റിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ്, എല്ലാ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ്, എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ ഇന്റർനെറ്റിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുന്നുണ്ട്. യാഹൂ, ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് സെർച്ച് എഞ്ചിൻസ് ആണ് യാഹൂവും അതുപോലെ തന്നെ ഗൂഗിളും അല്ലെ. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ടുകൾ കിട്ടുന്ന, അല്ലെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, വളരെ വൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് സെർച്ച് എഞ്ചിൻസ് ആണ് ഗൂഗിളും യാഹൂവും അല്ലെ. അപ്പോൾ ഇന്റർനെറ്റ് എഡ്യൂക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു നോളജ് റെപ്പോസിറ്ററി ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അതായത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസിന്റെ, നോളജുകളുടെ ഒരു കലവറയാണ്, അതിൻ്റെ ഒരു സങ്കേതമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു ക്വറീസ് നമുക്ക് വരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നത് എവിടെയാണ്? ഇന്റർനെറ്റിലാണ് അല്ലെ. ഇന്റർനെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻഫർമേഷനെ കുറിച്ച്, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസിൻ്റെയും നോളജുകളുടെയും ഒക്കെ ഒരു കലവറയായിട്ട്, ഒരു സങ്കേതമായിട്ട് നമുക്ക് ഇന്റർനെറ്റിനെ ഇന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. സോ ഇന്റർനെറ്റ് ഒരു നോളജ് റെപ്പോസിറ്ററി ആണ്, നോളജിന്റെ ഒരു കലവറയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സോ the following are the major knowledge resources when the internet is used in e-learning. E-learningൽ ഇന്റർനെറ്റിൻ്റെ ആ ഒരു റിസോഴ്സുകൾ എത്രമാത്രം, നോളജ് റിസോഴ്സുകൾ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ നോളജ് റിസോഴ്സസ് ആയിട്ട് പറയുന്നത്. നമ്മൾ e-learningൽ ഉപയോഗിക്കുന്ന നോളജ് റിസോഴ്സസ് ആയിട്ട് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ ഇ ബുക്സ് ആണ്, ഇലക്ട്രോണിക് ബുക്സ്. അതുപോലെ തന്നെ ഓഡിയോ ഫോർമാറ്റിലുള്ള ഇൻഫർമേഷൻസ്, നോളജുകൾ നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോ ഫോർമാറ്റിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. മറ്റു രീതിയിലുള്ള ഇ ലേണിംഗിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യൂട്യൂബ്, വെബ് കാംസ്, അതുപോലെ തന്നെ സൂം അല്ല, ഇതുപോലുള്ള ഒരുപാട് ആപ്സുകളും ഒരുപാട് സൈറ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇ ലേണിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ ഇനി വരുന്ന സെഷനുകളിൽ നമ്മൾ 1 by 1 ആയിട്ട് ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഇ ബുക്സിൻ്റെ ഒരു ജസ്റ്റ് എന്താണ് ഇ ബുക്സ് എന്നുള്ളത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇ ബുക്സ് മീൻസ് ഇലക്ട്രോണിക് ബുക്സ്. It is the electronic version of a traditional print book that can be read by using a personal computer or by using an e-book reader. ഇലക്ട്രോണിക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ബുക്സുകളെ ഇലക്ട്രോണിക് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അത് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ, നമ്മുടെ സ്മാർട്ട് ഫോണുകളാവാം, ടാബ്ലറ്റ് PC-കളാവാം, അതുപോലെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് റീഡ് ചെയ്യുകയും, അല്ലെങ്കിൽ നമുക്ക് ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ബുക്ക് റീഡർ എന്തെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഇ ബുക്ക് റീഡർ ക്യാൻ ബി എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ യൂസ് ഓൺ എ കമ്പ്യൂട്ടർ സച്ച് ആസ് മൈക്രോസോഫ്റ്റ് ഫ്രീ റീഡർ ആപ്ലിക്കേഷൻ. മൈക്രോസോഫ്റ്റിൻ്റെ ഫ്രീ റീഡർ ആപ്ലിക്കേഷൻ പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടും നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ടും ഇലക്ട്രോണിക് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രഡീഷണൽ ബുക്കിൻ്റെ ആ ഒരു കോപ്പി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഇലക്ട്രോണിക് ബുക്സ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ബുക്കുകളെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലക്ട്രോണിക് ബുക്സ്, ഇ ബുക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇ ബുക്സുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റുകളിൽ പബ്ലിഷ് ചെയ്യപ്പെടാറുണ്ട്. ഇ ബുക്സ് ക്യാൻ ബി പബ്ലിഷ് ഇൻ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്സ് ലൈക്ക് പ്ലെയിൻ ടെക്സ്റ്റുകളായിട്ട് വരാറുണ്ട്, PDF ഫോർമാറ്റുകളിൽ വരാറുണ്ട്, അതുപോലെ തന്നെ ഇമേജ് ഫോർമാറ്റുകളിലും അതുപോലെയുള്ള റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റുകളിലൊക്കെ വരാറുണ്ട് അല്ലെ. വേർഡ് ഫോർമാറ്റിൽ വരാറുണ്ട്, എക്സലിൻ്റെ രീതിയിൽ വരാറുണ്ട് അല്ലെ. ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ അതിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടന്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫോർമാറ്റുകളിൽ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിൽ ഇ ബുക്സുകൾ വരാറുണ്ട്. അപ്പോൾ ഇ ബുക്സ് എന്ന് പറയുന്നത് നോളജ് റിപ്പോസിറ്ററിയുടെ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിനെ നമ്മൾ നോളജുകളുടെ ഒരു റിസോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഇ ബുക്സ് എന്ന് പറയുന്നത്.
അതായത് നമുക്ക് എങ്ങനെ ഇൻഫർമേഷൻസ് ഇൻ്റർനെറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയും. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഇ ബുക്സുകളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ സബ്ജക്റ്റ് ടോപ്പിക്കുകൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്സുകൾ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അല്ലെ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു പക്ഷേ നമുക്ക് PDF ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേർഡ് ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. എന്താണ് ആ PDF ഫോർമാറ്റിൽ പറയുന്നത്? നമ്മുടെ കയ്യിൽ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബുക്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരു ബുക്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇലക്ട്രോണിക് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫയലുകളെ, ആ ഡോക്യുമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ബുക്സുകൾ എന്ന് പറയുന്നത്. Then users can purchase an ebook on diskette or CD. യൂസേഴ്സിന് ഇ ബുക്സുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഡിസ്കറ്റ്സ് മീൻസ് ഫ്ലോപ്പി ഡിസ്കുകളിലായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് ഒന്നും ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എനിവേ അങ്ങനെ അത്തരത്തിലുള്ള CD-കളിലോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പർച്ചേസ് ചെയ്യാൻ കഴിയും. ബട്ട് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് ആൻ ഇ ബുക്ക് ഈസ് ടു പർച്ചേസ് എ ഡൗൺലോഡബിൾ ഫയൽ ഓഫ് ദ ഇ ബുക്ക് ഫ്രം എ വെബ്സൈറ്റ് ടു ബി റീഡ് ഫ്രം ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ ഓർ റീഡിംഗ് ഡിവൈസസ്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, വെബ്സൈറ്റുകളിൽ നിന്നും ഇ ബുക്കുകളുടെ ഫയലുകൾ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. അത് നമുക്ക് ആമസോണിൽ നിന്നും മറ്റുമൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, ഇ ബുക്സുകൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരുപാട് വെബ്സൈറ്റ്സുകൾ, നമ്മളതിനെക്കുറിച്ച് വെബ്സൈറ്റുകളെ കുറിച്ച് ഇനി വരുന്ന സെഷനിൽ പറയുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ഇ ബുക്സിൻ്റെ വെബ്സൈറ്റുകൾ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട ബുക്കുകൾ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ക്യാഷ് ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. സോ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാണ്. ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ദെൻ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഡിംഗ് ഡിവൈസുകൾ ഉപയോഗിച്ച്, നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് റീഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ ദെൻ മോസ്റ്റ് ബുക്സ് ക്യാൻ ബി റീഡ് ആസ് PDF ഫയൽസ്. അതായത് ഏറ്റവും കൂടുതൽ വരുന്നൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് PDF ആണ്. PDF ഫോർമാറ്റിലാണ് അധിക ഇ ബുക്സുകളും അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നമുക്ക് ഇ ബുക്സുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ്, രണ്ട് രീതിയിൽ നമുക്ക് ഇ ബുക്സുകൾ റീഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്ന പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് ഡിവൈസസ് ആൻഡ് സെക്കൻഡ് വൺ ഓൺ PC ഓർ Mac യൂസിങ് സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ്. അതായത് പോർട്ടബിൾ ഇ ബുക്സ് റീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ ടാബ്ലറ്റുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ, നമ്മൾ പോർട്ടബിൾ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫയൽസ് റീഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടർ, അതായത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ആപ്പിൾ മാക് കമ്പ്യൂട്ടറുകൾ പോലെയുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് സ്പെഷ്യൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പോർട്ടബിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്കത് റീഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇ ബുക്ക്. ഇ ബുക്കിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് 5 ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ടാഞ്ചിബിലിറ്റി, ബ്രൗസബിലിറ്റി, സെർച്ചബിലിറ്റി, റെഫറൻസബിലിറ്റി, ഹൈബ്രിഡിറ്റി. ഇങ്ങനെ 5 ഫീച്ചേഴ്സ് ആണ് ഇലക്ട്രോണിക് ബുക്സുകളെ കുറിച്ച് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ടാഞ്ചിബിലിറ്റി. ടാഞ്ചിബിലിറ്റി ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ ബുക്ക് ടു കൺവേ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് സെൽഫ് ത്രൂ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് സൈസ് ആൻഡ് ഫോർമാറ്റ്. നമുക്കറിയാം, നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിൽ പറയുന്ന ഇൻഫർമേഷൻസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ബുക്ക് അതിൻ്റെ ബൈ കവർ കൊണ്ട് തന്നെ, അതിൻ്റെ സൈസ് കൊണ്ട്, അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊണ്ട് തന്നെ അത് റീഡ് ചെയ്യുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നുണ്ട്. എന്താണ് ഇൻഫർമേഷൻ? അത് എന്ത് ചെയ്യുന്നു, എന്ത് കാര്യമാണ് അതിൽ പറയുന്നത്. അതായത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബുക്കിൻ്റെ സൈസ് നൽകുന്നുണ്ട്, ആ ബുക്കിൻ്റെ ഫോർമാറ്റ് ആ ബുക്കിനെ കുറിച്ച് നൽകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ഇലക്ട്രോണിക് ബുക്സും എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് ബുക്ക് നമ്മുടെ ഒരു കണ്ടന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഒരു ഫയൽ നമ്മൾ ഇന്റർനെറ്റിലെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ആ ഇന്റർനെറ്റിലെ ആ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫയൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടാഞ്ചിബിൾ ആണ്, മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കവർ പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് ആ ഒരു ഇ ബുക്കിനകത്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ടാഞ്ചിബിലിറ്റി എന്നുള്ള ആ ഒരു ടേം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കപ്പാസിറ്റിയാണ്, ആ ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാനുള്ള ഒരു ബുക്കിൻ്റെ കപ്പാസിറ്റിയാണ് ഇവിടെ ടാഞ്ചിബിലിറ്റി എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ബ്രൗസബിലിറ്റി ആണ്. ബ്രൗസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബുക്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ദെൻ ബ്രൗസബിലിറ്റി എന്ന് പറയുന്ന ആ ബുക്കിൻ്റെ മറ്റൊരു എബിലിറ്റിയാണ് ടു പ്രൊവൈഡ് റാൻഡം ആക്സസ് ത്രൂ ഫിസിക്കൽ മീൻസ് സച്ച് ആസ് ഫ്ലിപ്പിംഗ് പേജസ് ടു മൂവ് വിത്തിൻ ദി ടെക്സ്റ്റ്. അതായത് ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റൊരു പേജുകളിലേക്ക് എന്താ പറയുക, മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ബ്രൗസബിലിറ്റി എന്ന് പറയുന്നത്. സച്ച് ആസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, മീൻസ് നമ്മളൊരു ഇലക്ട്രോണിക് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട്
സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് നമുക്ക് പരിചയമല്ലാത്ത ഒരു വേർഡ് വരുന്നുണ്ട്. ആ വേർഡ് എന്ത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പേജിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ബ്രൗസബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അത്തരത്തിലുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ടായിരിക്കും, ഇലക്ട്രോണിക് ബുക്സുകൾക്ക് ഉണ്ടായിരിക്കും. അത് ഒരിക്കലും നമുക്കൊരു പിന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബുക്കിൽ നമുക്ക് അത്തരത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നമ്മൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാകും, എത്രാമത്തെ പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേർഡ് എന്ത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതിന്റെ മീനിങ് എന്തെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഈ ടേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അവിടെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടുന്ന് മറ്റൊരു പേജിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഒരിക്കലും പ്രിന്റഡ് ആയിട്ടില്ല അല്ലെ. അപ്പോൾ ഈ ബുക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിൽ നമുക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. അതിനാണ് ബ്രൗസബിലിറ്റി എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെർച്ചബിലിറ്റിയാണ്. സെർച്ചബിലിറ്റി ഈസ് എ ഫീച്ചർ അവൈലബിൾ ഇൻ ഓൾ ടെക്സ്റ്റ് ത്രൂ ഒപ്റ്റിക്കൽ സ്കാനിങ്. ഒപ്റ്റിക്കൽ സ്കാനിങ്ങിലൂടെ നമുക്ക് ടെക്സ്റ്റുകളിലേക്ക് പോകാൻ, ടെക്സ്റ്റുകളിലൂടെ എന്ത് ചെയ്യുക, സഞ്ചരിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റുകളെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള, സെർച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ടായിരിക്കും, ഇലക്ട്രോണിക് ബുക്സുകൾക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു പിന്നെ വേർഡിനെ കുറിച്ച് അതിൻ്റെ മീനിങ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി, അല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സെർച്ച് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വേർഡിനെ സെർച്ച് ചെയ്തെടുക്കാൻ, നമ്മൾ വലിയൊരു PDF ആണ്, 100 പേജിലുള്ള ഒരു PDF നമ്മുടെ കയ്യിലുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അറിയണം. ആ ടോപ്പിക്ക് ഏത് പേജിലാണ് നമുക്ക് അറിയില്ല, പകരം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെർച്ചിൽ പോയിട്ട് ആ ടോപ്പിക്ക് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് വരുന്ന, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് വരുന്ന പേജ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അല്ലെ. അത്തരത്തിലുള്ളതിനെയാണ് സെർച്ചബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് റെഫറൻസിബിലിറ്റിയാണ്. റെഫറൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബുക്കിനും റെഫറൻസ് പേജ് ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് കാണാൻ കഴിയും റെഫറൻസസ്. അതായത് ഈ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഓതർ ഉപയോഗിച്ചിട്ടുള്ള ബുക്സുകളുടെ ഡീറ്റെയിൽസ് ലിസ്റ്റ് നമുക്ക് അവിടെ നൽകിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തേക്കാൾ കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുക്സുകളോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റുകളോ നമുക്ക് വിസിറ്റ് ചെയ്യാം. അത്തരത്തിലുള്ള റെഫറൻസിബിലിറ്റി ഇതിലുണ്ട്, ഇലക്ട്രോണിക് ബുക്സുകൾ അവൈലബിൾ ആണ്. മറ്റൊന്ന് പറയുന്നത് ഹൈബ്രിഡിറ്റിയാണ്. ഹൈബ്രിഡിറ്റി മീൻസ് എന്താണ്, മിക്സ്ചറാണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള, വേരിയസ് ആയിട്ടുള്ള ഫീൽഡുകൾ, വേരിയസ് ആയിട്ടുള്ള സോഴ്സസുകൾ, വേരിയസ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ ഈ ഒരു ബുക്സിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഹൈബ്രിഡിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കോമ്പോസിഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹൈബ്രിഡിറ്റി എന്നുള്ള ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നമുക്ക് സാധാരണ ഒരു ബുക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റുകളായിട്ട് നമുക്കിത് പറയാവുന്നതാണ്. എനിവേ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മറ്റൊരു സെഷനിൽ, നെക്സ്റ്റ് വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, ഇൻ്റർനെറ്റ് ഒരു നോളജ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ നോളജിൻ്റെ ഒരു റെപ്പോസിറ്ററി ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആ നോളജ് റെപ്പോസിറ്ററി ആകുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകൾ, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഈ റിസോഴ്സുകളെ ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ. ഇ ബുക്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.